നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് മൊഡ്യൂൾ 3ൻ്റെ അകത്ത്. ഓക്കെ, ബേസിക്കലി നമുക്ക് അറിയാം എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ചെയ്യുന്നത് പ്രിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ നോർമലി പ്രിൻറ്റ് ചെയ്യാൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽ. ഓക്കെ, അതിൽ നമുക്ക് ഹലോ എന്ന് കൊടുക്കാം. ഓക്കെ, ഒരു ടെക്സ്റ്റ് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഇൻറ്റീജേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. ഓക്കെ, അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് പ്രിൻ്റ് റൈറ്റർ ക്ലാസ് എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാം. നോർമലി നമ്മൾ അത് യൂസ് ചെയ്യാറില്ല, അപ്പോൾ നമുക്കത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയാണ്, പ്രിൻ്റ് റൈറ്റർ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ്സ് ഗിവൺ ഹിയർ പ്രിൻ്റ് റൈറ്റർ എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, റൈറ്റർ. ഓക്കെ, ഇനി റൈറ്റർ ഡോട്ട് എന്നിട്ട് നമുക്ക് എന്തെടുക്കാം, റൈറ്റർ ഡോട്ട് പ്രിൻ്റ് എൽ എൻ. ഓക്കെ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ എന്ന് കൊടുത്ത പോലെ എന്ത് ചെയ്യുക, റൈറ്റർ ഡോട്ട് പ്രിൻ്റ് എൽ എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് റൈറ്റർ എന്നുള്ള ക്ലാസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. ഓക്കെ, so we will come to it later. So this is how we can print in the console output. Okay, console output il engane nammal print cheya, system dot out dot println or system dot out dot print ennu parnal same line il endu cheyum print cheyum, new line aayittu thalekku varilla same line il ennu endu cheya values print cheyidu vera. Okay, so you can see same line il print cheyunu print ln koduthu kazhinjal endu cheyum next line il endu cheyum print cheyidu varum. Fine. Okay, system dot out dot print കണ്ടോ, ഇത്രയും പ്രിന്റ് ക്യാരക്ടർ നമുക്ക് പ്രിന്റ് ചെയ്യാം, സ്ട്രിങ് പ്രിന്റ് ചെയ്യാം, ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. സോ വി ഗിവ് പ്രിന്റ് എൽ എൻ, രണ്ട് ലൈനിലായിട്ട് പ്രിന്റ് ചെയ്ത് തന്നു. ഇനി ഇൻപുട്ട് റീഡ് ചെയ്യുന്നത് നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞിരുന്നു. ഒരെണ്ണം ബഫേർഡ് റീഡറാണ്. ഓക്കെ, ബഫേർഡ് റീഡർ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ബഫേർഡ് റീഡർ. ഓക്കെ, ബഫേർഡ് ഒരു ഒബ്ജക്റ്റിൻ്റെ പേരെടുക്കാം, പി റീഡർ. ഒബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പേരെടുക്കാം, ഈക്വൽ ടു ന്യൂ ബഫേർഡ് റീഡർ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വാല്യൂ കൊടുക്കണം, ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ. ഓക്കെ, വേറൊരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ് കൊടുത്തത്, ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ. അതിൻ്റെ അകത്ത് സിസ്റ്റം ഡോട്ട് ഇൻ. ഓക്കെ, ഇതാണ് ഒരു രീതി. നമുക്ക് സ്ട്രിങ്ങുകൾ എന്ത് ചെയ്യാം, യൂസറെ കയ്യിൽ നിന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉണ്ടാക്കിയ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട സ്ട്രിങ്ങിലേക്കൊക്കെ റീഡ് ചെയ്തിരിക്കാം. ബി റീഡർ ഡോട്ട് റീഡ് അല്ലെങ്കിൽ ബി റീഡർ ഡോട്ട് റീഡ് ലൈൻ. ഓക്കെ, ഇങ്ങനെ റീഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യാം. സ്ട്രിങ് str1 ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എക്സെപ്ഷൻ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവിടെ കൊടുത്തിട്ടില്ല. ത്രോസ് IO എക്സെപ്ഷൻ വരാൻ സാധ്യത ഉണ്ടെന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ത്രോസ് എക്സെപ്ഷൻ ഇവിടെ IO എക്സെപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഇത് ട്രൈ ക്യാച്ചിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു രൂപം. ബഫർ റീഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാം. ഇനി ഇതിന് മുന്നേ നമുക്കൊരു മെസ്സേജ് എടുക്കാം, enter your name. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഫോർ ദോസ് ഹു ഹാവ് a little problem in understanding. ഇനി നമുക്കത് വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, യുവർ നെയിം ഈസ് ഓക്കെ str1. so enter your name, give some name. So your name is this one. So this is how you to read some values into a program from the console using the buffered reader. Okay, buffered reader എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ റീഡ് ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്, അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന വാല്യൂവിനെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏജ് ആണെന്ന് വിചാരിക്കുക, എൻ്റർ യുവർ ഏജ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റർ യുവർ ഏജ്, യുവർ age is okay.
So in this case we are having an integer value. Okay, integer value ആണ്. Okay, age int age equal to br. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം അല്ലേ. സോ വി ഹാവ് ടു കൺവേർട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റീജർ ഡോട്ട് പാർസ് ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഇൻറ്റീജർ ഡോട്ട് പാർസ് ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷനകത്ത് എന്ത് ചെയ്യുക, ഈ വാല്യൂ കൊടുക്കുക. അപ്പോൾ അവിടുന്ന് റീഡ് ചെയ്യുന്ന വാല്യൂവിന് എന്ത് ചെയ്യും, ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. സോ ദിസ് ഈസ് യുവർ ഏജ്. enter your age. Okay, 6, your age is 6. Okay, so this is how you read using buffer reader. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്, ബഫർ റീഡർ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇറ്റ്സ് കോൾഡ് സ്കാനർ. ഓക്കെ, സ്കാനർ എന്ന ക്ലാസ് ആണ്. സ്കാനർ മുന്നോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. s is equal to new സ്കാനർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയാസ് നമുക്ക് എന്ത് ഇൻപുട്ട് റീഡ് ചെയ്യാം. ഇൻപുട്ട് സ്ട്രീം, പാത്ത്, ഫയൽ, ഇൻപുട്ട് സ്ട്രീം, ബൈറ്റ്, അറേ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊക്കെ റീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ തൽക്കാലം റീഡ് ചെയ്യുന്നത് നമ്മുടെ കൺസോളിൽ നിന്നാണ്. അപ്പോൾ നമ്മളവിടെ സിസ്റ്റത്തിൻ്റെ കൺസോൾ ഇൻപുട്ടിൽ നിന്നാണ് റീഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡയറക്റ്റ് കമാൻഡ്, ഓക്കെ, കീബോർഡിൽ നിന്നാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ sc ഡോട്ട് നിങ്ങൾക്ക് കാണാം നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ കിട്ടുക, ഒരു സ്ട്രിങ് ആണ് കിട്ടുക. ഓക്കെ, സ്ട്രിങ് str ഈക്വൽ ടു. ഇനി അതല്ല നിങ്ങൾക്ക് വേണ്ടത് ഇൻറ്റീജർ ആണ് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇൻറ്റു കൊടുക്കുക. അപ്പോൾ അവിടെ റീഡ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇൻറ്റ് ആയിരിക്കും. ഓക്കെ, ഇൻറ്റ് ഏജ് ഈക്വൽ ടു, ഏജ് ഓൾറെഡി യൂസ് ചെയ്തിട്ട് നമ്മൾ ഏജ് 1 ഈക്വൽ ടു സ്ട്രിങ് നെയിം ഈക്വൽ ടു. ഓക്കെ, നമുക്കിവിടെ കൊടുക്കാം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ എൻ്റർ യുവർ നെയിം ആൻഡ് ഏജ്. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ അത് മുന്നേ ഉള്ളതാണ് ഇവിടെ ഉള്ളത്. രണ്ടാമത്തത് എൻ്റർ യുവർ നെയിം ആൻഡ് ഏജ്. സോ നമുക്കൊരു വാല്യൂ കൊടുക്കാം, നെയിം. ഓക്കെ, ആൻഡ് ഏജ്. ഓക്കെ, നെയിം ആൻഡ് ഏജ് കൊടുത്തു. ഇനി കിട്ടിയ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസോളിൽ നിന്ന് ഇൻപുട്ട് വാല്യൂസ് റീഡ് ചെയ്യാം. ഫൈൻ. നെക്സ്റ്റ് ഉള്ളത് നമ്മൾ പ്രിൻ്റ് റൈറ്റർ ക്ലാസ് ഉപയോഗിച്ചിട്ട് ഓക്കെ എങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പ്രിൻ്റ് റൈറ്റർ ക്ലാസ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ പറഞ്ഞു. ലൈക്ക് ദിസ്, പ്രിൻ്റ് റൈറ്റർ എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, റൈറ്റർ. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് റൈറ്റർ ഡോട്ട് പ്രിൻ്റ് എന്നോ അല്ലെങ്കിൽ റൈറ്റർ ഡോട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് യൂസ് ചെയ്ത പോലെ തന്നെ. ഓക്കെ, സിസ്റ്റം ഡോട്ട് ഔട്ട് പോലെ ഡോട്ട് പ്രിൻ്റ് കൊടുക്കാം. ഓക്കെ, സിമിലർലി നമുക്കൊരു ഫയലിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ പ്രിൻ്റ് റൈറ്റർ യൂസ് ചെയ്യാം. സോ ഹൗ വി ഡു, നമ്മൾ എങ്ങനെയാണ് ചെയ്യാം. പ്രിൻ്റ് റൈറ്റർ എന്നൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പ്രിൻ്റ് റൈറ്റർ റൈറ്റർ 1 ഈക്വൽ ടു നൾ, റൈറ്റർ ഈക്വൽ ടു ന്യൂ പ്രിൻ്റ് റൈറ്റർ. അതായത് ഇതേ ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ടെസ്റ്റ്. എന്നിട്ട് അവിടെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ന്യൂ ഫയൽ. ഓക്കെ, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ടെസ്റ്റ് ഔട്ട് ഡോട്ട് txt എന്നുള്ളത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഡാറ്റാസ് റൈറ്റ് ചെയ്യണം. ഓക്കെ, റൈറ്റർ 1 ഡോട്ട് റൈറ്റ്. അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റർ 1 ഡോട്ട് ഫ്ലഷ്, റൈറ്റർ 1 ഡോട്ട് ക്ലോസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഈ ഒരു മെസ്സേജ് എന്ത് വരും, നമ്മുടെ ഔട്ട്പുട്ടിൽ വരും. ഓക്കെ, സോ വി ഗിവ് അവിടെ എറർ വന്നു. ഓക്കെ, ഫൈൻ. ഇതിൻ്റെ അകത്ത് കാരണം ഡി ഓൾറെഡി അങ്ങനെ ഡ്രൈവ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഓർ വി ഗിവ് ലൈക്ക് ടെസ്റ്റ് എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തു. ഓക്കെ, വി ഹാവ് ദി ഔട്ട്പുട്ട്. അപ്പം ടെസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് എന്നുള്ള ഫയൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ലൈക്ക് ജാവ, സ്പ്രിംഗ്, ഹൈബർനേറ്റ്, ആൻഡ്രോയിഡ്, എക്സെട്ര.
നമ്മൾ വേറെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ഹായ് വെൽക്കം. ഓക്കെ, ഷിഫ്റ്റ് F6 റൺ ചെയ്തു, എഡിറ്റ്, ഹായ് വെൽക്കം. ഓക്കെ, നമ്മൾ കൊടുത്ത മെസ്സേജ് വന്നു. ഫൈൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് റൈറ്റർ എന്നുള്ള ക്ലാസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഫയൽസ് റൈറ്റ് ചെയ്യാം. ഓക്കെ, ഫയൽസിൻ്റെ കേസിൽ നമുക്ക് വ്യത്യസ്തമായ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫയൽസ് റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം, ഫയലിൻ്റെ ഒരുപാട് ഫയൽ ഇൻപുട്ട് സ്ട്രീം, ഔട്ട്പുട്ട് സ്ട്രീം, അതുപോലെ ഫയൽ റീഡർ, ഫയൽ റൈറ്റർ, ഇങ്ങനെയുള്ള 2-3 മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫയലിനെ നോർമലി ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫയലിൻ്റെ വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം, റൈറ്റിംഗ് ടു എ ഫയൽ. ഓക്കെ, ഒരു മെസ്സേജ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമാണ്. ഓക്കെ, ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമാണ്. എല്ലാത്തിൻ്റെ അകത്തും നോർമലി ഉണ്ടാവുന്നത് വെച്ചാൽ ഫയൽ ആദ്യം ഓപ്പൺ ചെയ്യണം, ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡാറ്റാസൊക്കെ റൈറ്റ് ചെയ്യണം, റൈറ്റ് ചെയ്തതിനു ശേഷം ക്ലോസ് ചെയ്യണം. അപ്പം ഈ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം എന്നുള്ള ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയലിൻ്റെ അകത്തേക്ക് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ സ്ട്രിങ് ആണ്, ഹായ് വെൽക്കം ടു ജാവ എന്നുള്ള ഈ ഒരു മെസ്സേജാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഒരു കേസിൽ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ. ഓക്കെ, മുന്നുള്ള എക്സാമ്പിൾ നമ്മൾ ഓക്കെ എന്ത് ചെയ്തിട്ടില്ല, ബൈറ്റ് സ്ട്രീമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഈ കേസിൽ ബൈറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 8 ബിറ്റാണ് ഒരു ബൈറ്റിൽ. അപ്പോൾ അതുപോലെ ഒരുപാട് ബൈറ്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സ്ട്രിങ് ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ അകത്ത് വാല്യൂ കൊടുത്തു, ആണെങ്കിൽ ഇത് യൂസർ കയ്യിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ട്രിങ്ങിനെ ബൈറ്റ് അറേയായി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, കൺവേർട്ട് ചെയ്യാനുള്ള രൂപം, ഇപ്പോൾ എസ് എന്നുള്ള സ്ട്രിങ്ങിൻ്റെ അകത്താണ് ഈ ഒരു മെസ്സേജ് ഉള്ളത്. s.get bytes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് അറേറ്റ് ബൈറ്റ് അറേറ്റ് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു ബൈറ്റ് അറേക്ക് ഇവിടെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ബൈറ്റ് ബി ഓഫ് എന്ന് കൊടുത്തു, ഇതിന് സൈസ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്തു, നേരിട്ട് ഇത് ഇനീഷ്യലൈസ് ചെയ്തിട്ട് ഈ സ്ട്രിങ്ങിനെ നേരെ നമ്മൾ ബൈറ്റ് അറേറ്റ് ഇതിലേക്ക് എടുത്തു വെച്ചു. ബി എന്നുള്ള എന്താണ്, അപ്പോൾ ബൈറ്റ് അറേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, പുതിയൊരു ഫയലിലേക്ക് ഈ ഒരു ഡാറ്റ റൈറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, സ്ട്രിങ് റൈറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യണം, അതിൽ ഉള്ള ഫയൽ നമുക്ക് ആക്സസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫയൽ ഇവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പുതിയ ഫയൽ ഇവിടെ ഈ ഫോൾഡറിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ആൾറെഡി ഉള്ള ഫയലിന് എക്സിസ്റ്റിംഗ് ഫയലിന് എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്തിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യും. ഓക്കെ, ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം OS = ന്യൂ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം. ഇനി ഇവിടെ എന്ത് ചെയ്യുക, ഫയലിൻ്റെ കംപ്ലീറ്റ് പാത്തും ഫയലിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, സിംഗിൾ കോഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എററായിട്ട് പരിഗണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സിംഗിൾ സ്ലാഷിൻ്റെ പകരം ഡബിൾ സ്ലാഷ് കൊടുക്കണം. ഓക്കെ, നിങ്ങളെ പാത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഫയൽ എന്താണ് അതിൻ്റെ പാത്ത് എന്നുള്ള പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇനി ഈ ഫയലിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ OS എന്നുള്ള ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളോട് ചെയ്യാം os.write എന്നുള്ള മെസ്സേജ് ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്, os.write. അപ്പോൾ ഓരോ ബൈറ്റിന് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് നമ്മൾ ബൈറ്റാണ് നോർമലി കൊടുക്കുക. ഓക്കെ, os.write ഇവിടെ കാണാം, os.write എന്നുള്ള ഫംഗ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ os.write അകത്ത് നമ്മൾ പാസ് ചെയ്യാൻ നോർമലി ബൈറ്റ്സ് ആണ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ് ആണ് പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബൈറ്റ്സ് ആണ് പാസ് ചെയ്യുന്നത്. os.write ഓഫ് b ഓഫ് 0 ആണ് ആദ്യം വരിക. അപ്പോൾ നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്തതിൽ ഒരു ബൈറ്റ് അറേയാണ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ബൈറ്റ് അറേയിൽ ആദ്യത്തെ ബൈറ്റിന് എടുത്തിട്ട് എന്ത് ചെയ്യും, റൈറ്റ് ചെയ്യും. പിന്നെ അടുത്ത ബൈറ്റിന് b(1), b(2), അങ്ങനെ ഏതുവരെ ചെയ്യണം, ഈ അറേൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ os.write എന്നുള്ളത് എന്ത് ചെയ്തു, ഫോർ ലൂപ്പിനകത്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ വാല്യൂ 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു, i=0, i<b.length, ബിൻ്റെ ലെങ്ത് എത്രയാണോ നമുക്കറിയില്ല അല്ലേ, നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബിൻ്റെ ലെങ്ത് കിട്ടും. system.out.println b.length പ്രിന്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ലെങ്ത് കിട്ടും. ഓക്കെ, നമ്മൾ അത് തൽക്കാലം പ്രിന്റ് ചെയ്യുന്നില്ല, നമുക്ക് ജസ്റ്റ് ആ ഫയലിലേക്ക് റൈറ്റ് ചെയ്താൽ മതി ഈ ഒരു ഡാറ്റ. അപ്പം i=0 മുതൽ iൻ്റെ b.length ആവുന്ന വരെ, അതായത് ഇപ്പോൾ 100 ആണെങ്കിൽ 100, i++, അത്രയും തവണ എന്ത് ചെയ്യും, os.write ഈ ഫയലിലേക്ക് എന്ത് ചെയ്യും, ഓരോ ബൈറ്റിനെ എടുത്തിട്ട് ഇങ്ങനെ റൈറ്റ് ചെയ്യും. അങ്ങനെ ഫുള്ള് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, os.close ആ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ആൾക്ക് ആ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടെ എറർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം, അതിനെ ആ സ്ട്രീമിനെ ക്ലോസ് ചെയ്യണം, ഫയലിൻ്റെ
ഔട്ട്പുട്ട് സ്ട്രീമിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് വരും, അവിടെ റിസോഴ്സ് ലീക്കേജ് ഉണ്ടാകും. അതായത് നിങ്ങളൊരു ഫയൽ തുറന്നു, പകുതി എഴുതി വെച്ചു, ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, വേറെ ആൾക്ക് അത് ഉപയോഗിക്കാനുണ്ടാവും, ഇഷ്യൂ ഉണ്ടാവും. അതായത് റിസോഴ്സ് ലീക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തിയറി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് എഴുതുക. ഇനി നമ്മൾ നോർമലി ഇതൊന്ന് ട്രൈ ക്യാച്ചിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫയൽ ആക്സ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തുണ്ട്, ഫയൽ അവിടെ ചിലപ്പോൾ പാത്ത് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അവിടെ എറർ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ടെസ്റ്റ് എന്നുള്ളൊരു ഫോൾഡർ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു എററായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. കാരണം ഇങ്ങനെ ഫയലോടെ പാത്ത് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മാറ്റി കൊടുക്കുകയാണ്, ടെസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക, ഷിഫ്റ്റ് F6. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് സക്സസ് ആയി. നമ്മളിവിടെ മെസ്സേജ് ഒന്നും കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ ഇവിടെ മെസ്സേജ് കൊടുക്കാം, ഫയൽ റിട്ടേൺ സക്സസ്ഫുള്ളി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ടെസ്റ്റ് എന്നുള്ള ഫയൽ. ഓക്കെ, ഹായ് വെൽക്കം ടു ജാവ. ഇനി നമുക്കിത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പ്രോഗ്രാം ഒക്കെ എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. ഷിഫ്റ്റ് F6. ഓക്കെ, വീണ്ടും ആ ഫയൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു റൈറ്റ് സംതിങ് ടു എ ഫയൽ. രണ്ട് രൂപം നമ്മൾ കാണിച്ചു. ഓക്കെ, ഇനി ഇതല്ലാത്ത രൂപങ്ങളും നമുക്ക് ഫയൽ റൈറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഫയൽ റൈറ്റർ എന്നുള്ള ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ ഫയൽ ഇൻപുട്ട് സ്ട്രീം ഉണ്ട്. ഫയൽ ഇൻപുട്ട് സ്ട്രീം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാനും പറ്റും. ഓക്കെ ഓക്കെ ഇനി ഇവിടെ ഫയൽ ഇൻപുട്ട് സ്ട്രീമും ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമും വെച്ചിട്ട് നമ്മൾ ഒരു ഫയൽ input.txt എന്നുള്ളതിൽ നിന്ന് റീഡ് ചെയ്തിട്ട് output1.txt എന്നുള്ളതൊക്കെ റൈറ്റ് ചെയ്യുന്നൊരു എക്സാമ്പിൾ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം, ഇതിൻ്റെ അകത്ത് ടെസ്റ്റിൽ input.txt എന്നുള്ളതിൽ നിന്ന് കോപ്പി ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, അടുത്തതിലേക്ക് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, output1.txt പേസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫയൽ ഇൻപുട്ട് സ്ട്രീമാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ഇൻപുട്ട് സ്ട്രീം ഇൻ ഈസ് ഈക്വൽ ടു നൾ, അതായത് അവിടെ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു പക്ഷേ ഇനീഷ്യലൈസ് ചെയ്തില്ല. അതായത് ഫയൽ ഇൻപുട്ട് സ്ട്രീം എന്നുള്ള ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ചെയ്തു വെച്ചു, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, മുഴുവനാക്കിയിട്ടില്ല. ഓക്കെ, ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, മുഴുവനാക്കിയിട്ടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് പറയാം. ഇനി അതിനുശേഷം നമ്മുടെ ട്രൈ ക്യാച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇൻ ഈസ് ഈക്വൽ ടു ന്യൂ ഫയൽ ഇൻപുട്ട് സ്ട്രീം. അപ്പോൾ റീഡ് ചെയ്യണ ഫയലിൻ്റെ പേരെന്താ, input.txt. റൈറ്റ് ചെയ്യണ ഫയലിൻ്റെ പേരെന്താ, output1.txt. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഫയലിൽ നിന്ന് ഓരോ ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻറ്റ് c എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻറ്റീജർ വാല്യൂ എടുത്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, c is equal to in.read. ഓക്കെ, അപ്പോൾ in.read എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് കിട്ടും, അറ്റ് എ ടൈം ഒരു ക്യാരക്ടർ എന്ത് ചെയ്യും, റീഡ് ചെയ്യും. അത് ഇൻറ്റീജർ വാല്യൂ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഇനി ഈ കിട്ടുന്ന വാല്യൂ നമ്മൾ എൻഡ് ഓഫ് ഫയൽ എത്തിക്കഴിഞ്ഞാൽ ഫയലിൻ്റെ ഏറ്റവും അവസാനത്തെ വാല്യൂ -1 ആയിരിക്കും, EOF ആയിരിക്കും, EOF ടാഗ് ആയിരിക്കും, എൻഡ് ഓഫ് ഫയൽ ടാഗ് ആയിരിക്കും. അത് അതിൻ്റെ അർത്ഥം അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫയൽ നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, റീഡ് ചെയ്യുമ്പോൾ അവസാനം എത്തിയിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, -1 ആണോ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി റീഡ് ചെയ്ത വാല്യൂ -1 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രിന്റ് ചെയ്യണം. ഇവിടെ system.out.print. എങ്ങനെ പ്രിന്റ് ചെയ്യുന്നത്, ഈ ഇൻറ്റീജറിനെ ക്യാരക്ടറായിട്ട് പ്രിന്റ് ചെയ്യണം, നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്, out.write എന്നാണ്. അത് ഔട്ട് എന്നുള്ള എന്താണ് ഫയൽ, നമ്മൾ ഈ ഒരു ഫയലാണല്ലേ, output1.txt ആണ്. ഈ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യും, ഓരോ ക്യാരക്ടേഴ്സിന് എടുക്കും, ഇവിടെ ഇങ്ങനെ റൈറ്റ് ചെയ്യും, ഒരു ക്യാരക്ടർ കൊണ്ട് റൈറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ വർക്കിംഗ് നോക്കാം. അപ്പോൾ input.txt എന്നുള്ള ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, ടെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, input.txt. ഓക്കെ, സോ ലെറ്റ്സ് സീ ഇഫ് ഇതിൻ്റെ ഫയൽ ടൈപ്പ് കാണിക്കുന്നില്ല തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോൾഡർ ഓപ്ഷന് പോയിട്ട് എന്ത് ചെയ്യണം, ഷോ എക്സ്റ്റൻഷൻ ഫോർ
ഹൈഡ് എക്സ്റ്റൻഷൻ എന്നുള്ളത് ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കറക്റ്റ് കാണണം. അപ്പോൾ ഇവിടെ കണ്ടോ 2.txt വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് .txt ഫയലാണ്. ഫൈൻ. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വാല്യൂസ് കൊടുക്കുക. സേ ഹായ്, ദിസ് ഈസ് എ ടെസ്റ്റ് ഫോർ കോപ്പി. ഓക്കെ, ഫയൽ സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട്. ഓക്കെ, ദിസ് ഈസ് എ ടെസ്റ്റ് ഫോർ കോപ്പിങ്. ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇതേ രൂപത്തിലാണ് എന്ത് ചെയ്യുക, ഓരോ ലെറ്റേഴ്സിന് എടുത്തിട്ട് അടുത്ത ഫയലിലേക്ക് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ HAI ദിസ് ഈസ് അല്ലേ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് 1.txt എന്നുള്ള ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് തുറന്ന് കാണാം. ഹായ്, ദിസ് ഈസ് എ ടെസ്റ്റ് ഫോർ കോപ്പി. നമ്മൾ എഴുതിയ ഇൻപുട്ട് ഫയലിൽ എന്ത് ചെയ്തു, ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് തന്നു അല്ലേ നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്, നമ്മുടെ ഫയൽ ഇൻപുട്ട് സ്ട്രീം എന്ത് ചെയ്തു, ഇൻപുട്ട് എന്നുള്ള ഫയലിൽ നിന്ന് റീഡ് ചെയ്തു അല്ലേ. അതായത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ് ഇവിടെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, in.read ഓരോ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യണം. ഓരോ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും അതിൻ്റെ വാല്യൂ -1 ആണോ എന്നുള്ളത്. -1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡ് ഓഫ് ഫയൽ എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻഡ് ഓഫ് ഫയൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ലൂപ്പിൻ്റെ അകത്തേക്ക് കടക്കും. ലൂപ്പിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കാര്യം എന്താണ്, നേരെ പ്രിന്റ് ചെയ്യുക. നമ്മുടെ കൺസോളിലൂടെ പ്രിന്റ് ചെയ്യും. കണ്ടോ, HAI ഇങ്ങനെ പ്രിന്റ് ചെയ്യും. ഇനി ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നതിൻ്റെ കൂടെ എന്താ ചെയ്യുന്നത്, അടുത്ത ഫയലിലേക്ക് നമ്മുടെ ഈ ഔട്ട്പുട്ട് 1.txt എന്നുള്ള ഫയലിലേക്ക് റൈറ്റിയും കൂടിയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. ഇനി ഫൈനലി നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ, നമ്മൾ ഈ യൂസ് ചെയ്തതിന് ശേഷം ഫയൽ ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫയലിൻ്റെ ഈ റിസോഴ്സ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഫൈനലി ഓക്കെ, നമ്മൾ ഫൈനലി എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അല്ലേ, റിസോഴ്സ് ലീക്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഡാറ്റാബേസ് ഓഫ് ഫയലൊക്കെ ഓപ്പൺ ചെയ്ത് ഇറക്കുമ്പോൾ അത് ക്ലോസ് ചെയ്യാതെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ പോയി. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും എറർ വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ക്യാച്ചിക്ക് വരും. ക്യാച്ചിന് നേരെ ഫൈനലിലേക്ക് വരും. ഫൈനലിൻ്റെ അകത്ത് എന്തായാലും കോഡ് എക്സിക്യൂട്ട് ആവും. ഇവിടെ നമ്മൾ നോക്കണം, ഇഫ് ഇൻ നോട്ട് ഈക്വൽ ടു നൾ, ഇന്ന ആൾറെഡി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടാവും, ഈ ലൈൻ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇത് വർക്കായിട്ട് ഈ ലൈൻ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ ഔട്ട് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നും ഔട്ടും നൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, in.close, ഇന്നിന് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, അതായത് ആ ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലോസ് ചെയ്യുക. അതുപോലെ ഔട്ട് നോട്ട് ഈക്വൽ ടു നൾ, ഔട്ട് നൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അതും ഓപ്പൺ ആയിട്ടുണ്ട്, അതിന് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് എന്തുള്ളത്, ഒരു ഫയലിൽ നിന്ന് വേറെ ഫയലിലേക്ക് നമ്മൾ കോപ്പി ചെയ്യാൻ. നോർമൽ എക്സാമിന് ഇത് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഒരു ഫയലിൽ നിന്ന് വേറെ ഫയലിലേക്ക് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോർമലി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം സോ ബി റെഡി വിത്ത് ദാറ്റ്. അതുപോലെ ഒരു ഫയൽ എങ്ങനെയാണ് റൈറ്റ് ചെയ്യാന്നുള്ളത്. ഇത് റീഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നേരെ റിവേഴ്സ് രൂപമായിരിക്കും. ഇൻപുട്ട് സ്ട്രീം വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു റീഡ് ഫയൽസ് and write files. Also this is how you copy files. കോപ്പി ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫയൽ റീഡർ, ഫയൽ റൈറ്റർ എന്നുള്ള ക്ലാസ് കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫയൽ റീഡ് ചെയ്യാനും ഫയൽ റൈറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇൻ ഫയൽ റീഡർ ഇൻ, ഫയൽ റൈറ്റർ ഔട്ട്. ഓക്കെ, അത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ഫയൽ ഔട്ട്പുട്ട് ഫയലിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, യൂസ് ചെയ്യുന്ന രൂപം നമ്മൾ മുന്നുള്ള എക്സാമ്പിൾ ഉണ്ട് അതേപോലെ തന്നെയാണ്. c=in.read നോട്ട് ഈക്വൽ ടു -1, അതായത് ഫയലിൻ്റെ എൻ്റെ എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, out.write അടുത്ത ഫയലിലേക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യുക. ഇനി ഫൈനലിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഓരോന്നും ഇന്നും ഔട്ടും നൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, in.close, ഔട്ടിന് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? ഈ ഒരു ഇവിടെ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് ശരിക്കും ഓപ്പൺ ചെയ്ത് ഫയൽ എന്ത് ചെയ്യണം, ഇവിടെ ഫൈനലിയിൽ വന്നിട്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇൻപുട്ട് സ്ട്രീം റീഡർ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നോർമലി കൺസോളിൽ നിന്ന് ബഫേർഡ് റീഡർ വെച്ചിട്ട് റീഡ് ചെയ്തല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ABCD നമുക്ക് ഇങ്ങനെ ഇൻപുട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്ന് വിചാരിക്കുക ഈ ഒരു ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ ABCD എന്നൊക്കെ നമുക്ക് ഓരോരോ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ക്യാരക്ടേഴ്സിന് എന്ത് ചെയ്യും, നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിനുള്ള എക്സാമ്പിളാണ് ഇതിലുള്ളത്, നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഫയലിനെ റീഡിങ് റൈറ്റിങ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഈ ഒരു
ഹൈറാർക്കി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. ഓക്കെ, ഇൻപുട്ട് സ്ട്രീമിൻ്റെ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെയും ജനറലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം ഉണ്ട്, ഔട്ട്പുട്ട് സ്ട്രീം ഉണ്ട്. ഇൻപുട്ട് സ്ട്രീമിൻ്റെ അകത്ത് ഫയൽ ഇൻപുട്ട് സ്ട്രീം നമ്മൾ ഓൾറെഡി കണ്ടു, ബൈറ്റ് അറേ ഇൻപുട്ട് സ്ട്രീം, ഫിൽറ്റർ ഔട്ട്പുട്ട് സ്ട്രീം, ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം. ഓക്കെ, ഫിൽറ്റർ ഇൻപുട്ട് സ്ട്രീമിൻ്റെ അകത്താണ് ബഫേർഡ് ഇൻപുട്ട് സ്ട്രീമും ഡാറ്റ ഇൻപുട്ട് സ്ട്രീമും ഉള്ളത്. ഓക്കെ, അതിൻ്റെ ആ സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ അകത്ത് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം ആൾറെഡി നിങ്ങൾ യൂസ് ചെയ്ത്, ബൈറ്റ് അറേ ഔട്ട്പുട്ട് സ്ട്രീം, ഫിൽറ്റർ ഔട്ട്പുട്ട് സ്ട്രീം, ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം, അതിൻ്റെ അകത്ത് ഡാറ്റ ഔട്ട്പുട്ട് സ്ട്രീമും ബഫേർഡ് ഔട്ട്പുട്ട് സ്ട്രീം. ഓരോ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, വ്യത്യസ്തമായി അത് യൂസ് ചെയ്യും. ഓക്കെ, അതിന് ഇൻഡെപ്ത് നിങ്ങൾക്കത് പഠിക്കാനില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ പറയുന്നില്ല. സോ ഈ നെയിമിങ് എന്ത് ചെയ്യുക, നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. ചെറിയ എക്സാമ്പിൾസും കൂടി അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു റീഡ് എ ഫയൽ ആൻഡ് റൈറ്റ് എ ഫയൽ. ഓക്കെ, ഇനി ഉള്ളത് സീരിയലൈസിങ് എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്. ഓക്കെ, സീരിയലൈസ് ഒബ്ജക്റ്റ് സ്ട്രീം ആൻഡ് സീരിയലൈസേഷൻ. ഓക്കെ, സീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. അതായത് നമ്മുടെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീരിയലൈസേഷൻ ആൻഡ് ഡീസീരിയലൈസേഷൻ ചെയ്യാൻ പറ്റും. അതായത് കൺവേർട്ട് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ദി സ്റ്റേറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ടു എ ബൈറ്റ് സ്ട്രീം. ഓക്കെ, നമ്മുടെ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ബൈറ്റ് സ്ട്രീമായിട്ട് കൺവേർട്ട് ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ് ബൈറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമുക്ക് അതിനെ ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് കമ്പ്യൂട്ടർ ചിലപ്പോൾ വീണ്ടും ഓൺ ചെയ്യും, പ്രോഗ്രാം വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, വീണ്ടും അതിനെ നമുക്ക് ലോഡ് ചെയ്തെടുത്തിട്ട് അതിന് എന്ത് ചെയ്യാം, വീണ്ടും ഒരു ക്ലാസിൻ്റെ അതേ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ സീരിയലൈസേഷൻ ഡീസീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്, നമ്മുടെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ബൈറ്റ് സ്ട്രീമായിട്ട് നമ്മൾ ഫയലിൽ എടുത്ത് വെക്കാം, അതല്ലെങ്കിൽ മെമ്മറിയിൽ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഡാറ്റാബേസിൽ എടുത്ത് വെക്കാം. ഇനി തിരിച്ച് ഡീസീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ എടുത്ത് വെച്ച് ബൈറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്ത് വെച്ച ആ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റുകളെ തിരിച്ച് എന്ത് ചെയ്യുക, ബൈറ്റ് സ്ട്രീം തന്നെ ആക്കിയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളെ നോർമൽ ക്ലാസ് ഉണ്ടല്ലോ, ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ, അപ്പം ആ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. സാമ്പിൾ എന്നുള്ള ക്ലാസ് ആണ്. ഓക്കെ, സാമ്പിൾ എസ് ഈക്വൽ ടു ന്യൂ സാമ്പിൾ. ഓക്കെ, അപ്പം ഈ സാമ്പിൾ എന്നുള്ള ക്ലാസിൻ്റെ ഈ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഈ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ അതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫയലിലേക്ക് എടുത്തു വെക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, സീരിയലൈസേഷൻ യൂസ് ചെയ്യുക. ഫൈൻ. ഇനി ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരിക. ഓക്കെ, സീരിയലൈസേഷൻ ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യും, നെറ്റ്വർക്കിലൂടെ നമുക്ക് വേണമെങ്കിൽ പാസ് ചെയ്യാം, എന്നിട്ട് തിരിച്ച് ഡീസീരിയലൈസ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ തന്നെ അതിനെ യൂസ് ചെയ്യാവുന്ന രൂപമാണ്. ഓക്കെ, അപ്പോൾ അതിനെ ഏത് ക്ലാസ്സിനെ നമുക്ക് സീരിയലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇംപ്ലിമെൻറ്റ് ചെയ്യണം, സീരിയലൈസബിൾ എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസിന് നമുക്ക് എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കറിയാം ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അല്ലേ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. നെറ്റ്ബീൻസിലേക്ക് ആൾട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് ഇവിടെ ഓട്ടോമാറ്റിക് ഇമ്പോർട്ട് ചെയ്യും അല്ലേ. ഇമ്പോർട്ട് java.io.serializable. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അതിനെ ഇമ്പോർട്ട് ചെയ്തു, സീരിയലൈസബിൾ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലൈക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫയലിന് ഈ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിന് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലൈക്ക് file output stream equal to new file output stream. Okay, so give a file name. Okay, e :/ test / serializable.txt. ഓക്കെ, ഇതാണ് നമ്മൾ ഫയലിൻ്റെ പേര് കൊടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ചെയ്യണം അല്ലേ. ഒബ്ജക്റ്റ് output stream out is equal to, okay, you can just copy paste and see. Okay,
alt enter അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ളത് കാണിച്ചു തരും. ഓക്കെ, നൗ ഔട്ട് ഡോട്ട് റൈറ്റ് ഒബ്ജക്റ്റ്. ഏത് ഒബ്ജക്റ്റ് നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത്? ഇവിടെ ഈ എസ് എന്നുള്ള ഒബ്ജക്റ്റ് ആണല്ലേ. എസ് എന്നുള്ള ഒബ്ജക്റ്റ് നമുക്ക് റൈറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് എക്സിക്യൂട്ട് ആൻഡ് സി. നമ്മൾ റൺ ചെയ്തു. ടെസ്റ്റിൻ്റെ അകത്ത് എന്ത് ചെയ്തു? ser.txt എന്നുള്ള ഫയലുണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് യഥാർത്ഥത്തിൽ എന്തല്ല, റീഡബിൾ അല്ല അല്ലേ. ബട്ട് സ്റ്റിൽ എന്താണ് ഇതിനെ നമുക്ക് ഡീസീരിയലൈസ്, ഇതാണ് സീരിയലൈസ് ചെയ്ത രൂപം. ആ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിന് കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്തുള്ള വാല്യൂസ് എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ ഡീസീരിയലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈ ഫയലിലേക്ക് തിരിച്ചെടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു സീരിയലൈസ് ആൻഡ് ഡീസീരിയലൈസ്. ഇനി വീണ്ടും ഇതേ ഫയൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, സെയിം പ്രോഗ്രാം തന്നെ കാണിക്കാം. ഓക്കെ, സെയിം ഫയലിനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, സെയിം ഫയൽ യൂസ് ചെയ്തു. object1 is equal to ഓക്കെ, object1 എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈക്ക് യെസ്. ഓക്കെ, എസ് ഈസ് ഈക്വൽ ടു നമ്മുടെ ക്ലാസിൻ്റെ പേര് സാമ്പിൾ എന്നാണല്ലേ. ഈക്വൽ ടു ഇൻ ഡോട്ട് റീഡ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇൻപുട്ട് സ്ട്രീം ഇൻ ഡോട്ട് റീഡ് ഒബ്ജക്റ്റ്. ഓക്കെ, നമുക്ക് റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, so this is how we serialize and deserialize. Okay, so നമ്മൾ ഇവിടെ സീരിയലൈസ് ചെയ്തു അല്ലേ. നമ്മുടെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് എസ് എന്നുള്ള ഒബ്ജക്റ്റിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അതായത് ഔട്ട് ഡോട്ട് റൈറ്റ് ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം എന്നുള്ള ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഫയലിന് ഇതായിട്ട് ലിങ്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് ചെയ്ത് വെച്ചു, ഫയൽ ക്ലോസ് ചെയ്തു. ഇനി തിരിച്ച് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം എന്നുള്ളത് യൂസ് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ എങ്ങനെയാണോ റൈറ്റ് ചെയ്തത് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഫയലിലേക്ക്, അതേപോലെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ തിരിച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സാമ്പിൾ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാമ്പിൾ object1 എന്ന് എടുത്തു. ഓക്കെ, ഈക്വൽ ടു null. അതിനുശേഷം നമ്മൾ ഫയൽ ഇൻപുട്ട് സ്ട്രീം വെച്ചിട്ട് ഫയലിൽ റീഡ് ചെയ്യണം. അതേ ഫയലിൽ റീഡ് ചെയ്യണം. ഇത് ഇവിടെ റൈറ്റ് ചെയ്ത് അതേ ഫയലിൽ റീഡ് ചെയ്യണം. ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഈ ഫയലിന് ഇതായിട്ട് ലിങ്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ ഡോട്ട് റീഡ് ഒബ്ജക്റ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിവിടെ റൈറ്റ് ചെയ്ത് വെച്ച ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ser.txt എന്ന് പറയുന്നത്, ഇതിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? ഒരു ഫയലിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക? റീഡ് ചെയ്യുക. ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് റീഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ റീഡ് ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക്, ഈ സാമ്പിൾ എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യും. സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ക്ലാസ് തന്നെ അല്ലേ, ഇവിടെ ക്ലാസ്. ഓക്കെ, ഇനി object1 ഡോട്ട് ഡിസ്പ്ലേ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓക്കെ, താങ്ക് യു എന്ന് എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നമ്മുടെ ഫയലിനെ, നമ്മുടെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഫയലിലേക്ക് റൈറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? അപ്പോൾ ഇതുപോലെ സീരിയലൈസ് ചെയ്തു. സാമ്പിൾ എന്നുള്ള ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ എടുത്തു, ബൈറ്റ് അറേയിലേക്ക് മാറ്റി ഫയലിലേക്ക് റൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് അതിനെ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വീണ്ടും ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റാം. എന്നിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് അതിൻ്റെ അകത്തുള്ള ഫങ്ഷൻസിനെയും മെത്തേഡ്സിനെയും മറ്റു മെമ്പേഴ്സിനെയും എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് serialization and deserialization in Java. Okay, so by this we have almost completed the third module. So if you have any doubts, you can contact me. Okay, വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഇതിലുള്ള പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, so hope it's fine. Thank you very much.